വീഡിയോ ശ്രദ്ധിച്ച് കാണുക. ഞാൻ പറയുന്ന ഒരു കാര്യം ഒരു ചോദ്യമായിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട്. അത് അതിനുത്തരം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മതി. വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾക്കുള്ള ഓണക്കോടി എൻ്റെ വകയാണ് ഇത്തവണ. മോനെ ഒരു രക്ഷയില്ലാത്ത ബീഫാണ് അമൃത ഹോട്ടലിലെ ബീഫ്. വാ, ഇതിങ്ങനെ എടുത്തിട്ട് നല്ല തേനൊഴുകണ പഴംപൊരിയും നല്ല കുരുമുളകിൻ്റെ ഫ്ലേവറുള്ള ബീഫും ഇതങ്ങോട്ട് കൂട്ടിയിട്ട് അങ്ങോട്ട് പിടിക്കണം. അന്തസ്. സൂപ്പറല്ലേ? ഈ ഒരു കോംബോ ഇഷ്ടപ്പെടാത്ത ആരാ ഉള്ളത് അല്ലേ? ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന വേറെ ഏതെങ്കിലും കോമ്പിനേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, രണ്ട് വിഭവങ്ങൾ ഒരുമിച്ച് കഴിച്ചാൽ അടിപൊളിയാവുന്ന ഏതെങ്കിലും അടിപൊളി ടേസ്റ്റുള്ള ഏതെങ്കിലും വിഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ഇടൂ. ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അതുപോലെ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതും ഒന്ന് ട്രൈ ചെയ്തു. ബീഫും കൊതിയൂറുന്ന പഴംപൊരിയും വായിലിങ്ങനെ അങ്ങനെ കപ്പ ഓടും. കഴിച്ചിട്ടുണ്ടോ ഈ കോംബോ? ഇല്ലാത്തവർ ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ ട്രൈ ചെയ്യും. കാരണം നമുക്ക് നഷ്ടം ഉണ്ടാവില്ല. അത്രയും ടേസ്റ്റാണ് ഈ ബീഫും പഴംപൊരി എന്ന് പറയുന്ന സാധനത്തിൻ്റെ ആ ഒരു കോംബോ. നിങ്ങളുടെ ഫേവറേറ്റ് കോംബോ ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ. തേങ്ങാക്കൊത്തൊക്കെ അങ്ങനെ കഴിക്കുമ്പോൾ അതിൻ്റെ രുചി കൂടുന്നു. ഇതിലാ ചെറുള്ളിയുടെ ഒക്കെ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു ഫ്ലേവർ ഇങ്ങനെ നാവിൽ കിട്ടുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. വയറ് നിറയൂലല്ലോ. ഇത് കഴിച്ചാൽ വീണ്ടും വേണ്ടി വരും. എത്ര കഴിച്ചാലും മതി വരില്ല. ഞാനീ പറയുന്ന പോലെ തന്നെ വർണ്ണിച്ചാൽ മതി വരില്ല. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അത് നിങ്ങൾ ഇപ്പം ബീഫ് ആവരുത് കേട്ടോ. നല്ല നിങ്ങൾ കേട്ടില്ലേ, കറുത്ത കളറിൽ ബീഫ് വരട്ടിയെടുത്ത് നല്ല ടേസ്റ്റാണെന്ന് പറയില്ല. അങ്ങനത്തെ ബീഫൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാകും. ചില റോസ്റ്റ് ആയിട്ടുണ്ടാക്കിയ ആണെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും, നല്ല ടേസ്റ്റ് ആവും. അതാകുമ്പോൾ കുറച്ചും കൂടി ഗ്രേവി ടൈപ്പ് ഉണ്ടാവുമല്ലോ ഈ റോസ്റ്റായിട്ടുള്ള ടൈപ്പിൽ. അതും ഈ പഴത്തിൻ്റെ മധുരമൊക്കെ കൂടി ആകുമ്പോൾ നല്ലോണം കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ നല്ല പോലെ റോസ്റ്റ് ചെയ്ത ബീഫും പഴംപൊരിയും ഒരു കട്ടനും കൂടി ഉണ്ട് അടിക്കൂ. എന്നിട്ട് അതിൻ്റെ നിങ്ങൾ കഴിച്ചതിൻ്റെ അനുഭവം എന്നോടൊന്ന് ഷെയർ ചെയ്യൂ. പൊളി 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 പൊളി. ചിലർക്ക് ഈ ഓരോ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ തന്നെ അതിലെന്ത് കുറവുണ്ട്, ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയാൻ പറ്റില്ലേ. എനിക്കതുപോലെ ഈ എണ്ണക്കടികളോ അല്ലെങ്കിൽ ചില ഏതെങ്കിലും വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി അലമാരയിൽ നിന്ന് വെച്ച് കാണുമ്പോൾ തന്നെ ഞാൻ പറയും ഇത് ടേസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഇത് ടേസ്റ്റ് ഇല്ല എന്ന് ഞാൻ നോക്കി പറയും. അതുപോലെയാണ് ഇങ്ങേരുടെ പഴംപൊരിയും ബീഫും.
ഈ വീഡിയോ എടുക്കുമ്പോൾ നേരിട്ട് പ്ലേറ്റിലേക്കാണോ അതോ ക്യാമറയിലേക്കാണോ നോക്കേണ്ടത് കൺഫ്യൂഷനാണ്. കാരണം എനിക്ക് ആസ്വദിച്ച് കഴിക്കാനും താല്പര്യമുണ്ട്. ഞാൻ നേരെ പ്ലേറ്റിലേക്കാണ് നോക്കുന്നത്, വീഡിയോയിലേക്ക് നോക്കാതെ. അതെനിക്ക് എപ്പോഴും പറ്റുന്ന കഴിക്കുന്ന വിഭവങ്ങൾ കേട്ടോ. എന്തെങ്കിലും കഴിക്കുന്ന സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ മാത്രമേ ആ പ്രശ്നം പറ്റുള്ളൂ കേട്ടോ. നേരെ മറിച്ച് ഒരു ആഡ് ഷൂട്ടൊക്കെ ആണെങ്കിൽ നേരെ ഫ്രെയിമിലേക്ക് പോകും. വാ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഇത് ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയിച്ച് തരാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങളെല്ലാവരും പലരും പല സ്ഥലത്തല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള കടയിൽ പോയിട്ട് നല്ല ബീഫും പഴംപൊരിയും വാങ്ങിച്ച് കഴിക്കൂ. ഞാനിത് മുഴുവനും കഴിക്കാം. ദൈവമേ, ഇവിടേക്ക് ആരും വരല്ലേ ഇപ്പോൾ. അത്രയ്ക്ക് ടേസ്റ്റാണ്. മീനിട്ടോ ക്വാണ്ടിറ്റി ഉണ്ട്, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. റേറ്റും ഒരു മിതമായ റേറ്റേ ഉള്ളൂ അമൃതയിൽ. പിന്നെ ഫുഡും ചോറൊക്കെ 50 രൂപയേ ഉള്ളൂ. പായസം അടക്കം ഉണ്ടാവും. സാധാരണ ഒരു ചെറിയൊരു സ്റ്റീൽ പാത്രത്തിലല്ല പായസം, ഒരു ഗ്ലാസ്സിൽ പായസം ഉണ്ടാവും. എന്നിട്ട് 50 രൂപയുള്ളൂ. അത്യാവശ്യം കറികളും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ അവരുടെ ഈ ഒരു ഐറ്റം വേറെ ലെവലാണ് മക്കളെ, വേറെ ലെവലാണ്. ഞാനിത് വാർപ്പിൻ്റെ മുകളിലൊക്കെ പോയി സാവധാനം വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഈ ഒരു കോംബോ പാക്ക് കഴിക്കുമ്പോൾ തന്നെ നമ്മളെ കൺട്രോൾ പോകും മച്ചാന്മാരെ, കൺട്രോൾ പോകും. ചോദ്യം ഇതാണ്, ബീഫും പഴംപൊരിയും ഞാൻ കഴിച്ച് തീരുമ്പോൾ ഈ കാലി പ്ലേറ്റിന് തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞ ഡയലോഗ് എന്താണ്? ആ ഡയലോഗ് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറിൻ്റെ ലാസ്റ്റ് 2 or 3 അക്കങ്ങളും ചെയ്യൂ. കാരണം അത് ആരാണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഒരു ഐഡൻറ്റിറ്റി. അതായത് ഒരേ പേരിലുള്ള ഒരുപാട് പേരുണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടല്ലേ എഴുതിയിട്ടാണ്. അപ്പോൾ
ഞാൻ ശരിയായ ഉത്തരം അവരിൽ നിന്ന് ഒരാൾക്ക് എൻ്റെ വക ഓണക്കോടി ലഭിക്കുന്നതാണ്. അത് ഞാൻ അയച്ചു തരും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റിനോടൊപ്പം പേരും മൊബൈൽ നമ്പറിൻ്റെ ലാസ്റ്റ് 2 അക്കമോ 3 അക്കമോ ഒക്കെ ചെയ്യൂ.